മുൻപ് ഞാൻ മുന്തിരിവള്ളി പ്രൂൺ ചെയ്തപ്പോൾ ഒരു വലിയ വള്ളി 3 കഷ്ണമാക്കി വലിയൊരു ചെടിച്ചട്ടിയിൽ നട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 2 കഷ്ണം ഉണങ്ങിപ്പോയി. ഏറ്റവും കടക്കിലത്തെ കഷ്ണം തളിർത്ത് വന്നു. എന്നിട്ട് അത് തിരക്കില്ലാതെ വളർന്നു, വള്ളി നീട്ടി തുടങ്ങി. അടുത്ത ദിവസം ഞാനതൊരു സുഹൃത്തിന് കൊടുത്തു. വേറൊരു ചെറിയ ചെടിച്ചട്ടിയിലേക്ക് മാറ്റി അവരുടെ വീട്ടിൽ കൊണ്ടുപോയി നട്ട് നോക്കട്ടെ, എങ്ങനെ നന്നാവുമെന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, ഇപ്പോൾ എനിക്ക് വേറെ തൈ ഇല്ലാത്തതുകൊണ്ട് ഒന്നുകൂടെ പ്രൂൺ ചെയ്യാം. കുറച്ച് ഭാഗം വള്ളി വെട്ടിയെടുത്തു. എന്നിട്ട് ഇത്തവണ ഞാൻ ചെറിയ ഭാഗങ്ങൾ കുഴിച്ചിട്ട് നോക്കുന്നില്ല. കാരണം ഒരു പ്രാവശ്യത്തെ അനുഭവം കൊണ്ട് ചെറുത് കുഴിച്ചിട്ടാൽ ഉണ്ടാവില്ല എന്നുള്ളൊരു കണക്കിൽ ഈ വലിയ ഇലകളെല്ലാം പ്രൂൺ ചെയ്ത് കളയും. തണ്ട് മാത്രമേ നടുള്ളൂ. ചെറിയ ശാഖകളും ഒഴിവാക്കും. ഇതൊരു മീഡിയം സൈസ്ഡ് ചെടിച്ചട്ടിയിൽ വേറൊരു പ്രൂൺ ചെയ്ത വെണ്ടച്ചെടി അടുത്ത് കാണാം. ആ വെണ്ടച്ചെടി അഥവാ ഇനി നന്നായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്, പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ വഴുതനച്ചെടിയുണ്ട്. തൊട്ടപ്പുറത്ത് ചെറിയൊരു മാവും തൈയും ഉണ്ട്. അത് നിലത്തെ മണ്ണിലാണ്. അപ്പോൾ ഇങ്ങനൊരു എല്ലാവരും സഹകരിച്ച് വളരട്ടെ. ഈ മുന്തിരി തളിർത്ത് വരികയാണെങ്കിൽ ആ മാവിൻ്റെ മുകളിലേക്ക് പടർത്താമെന്നാണ് ആഗ്രഹം. ഇതും അതുപോലെ ഒരു 11-12 ഇഞ്ച് വലുപ്പമുള്ള ചെടിച്ചട്ടിയാണ്. ഇതൊക്കെ തളിർത്ത് വരികയാണെങ്കിൽ സുഹൃത്തുക്കൾക്ക് കൊടുക്കാം, അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പറിച്ച് നടാൻ പറ്റുമെങ്കിൽ നടാം എന്നുള്ള ഉദ്ദേശത്താണ്. ഈ ചെടിച്ചട്ടി തന്നെ തുടർച്ചയായിട്ട് വളർത്താൻ ഉദ്ദേശിച്ചിട്ടല്ല ചെറിയ ചെടിച്ചട്ടികളിൽ നട്ടിരിക്കുന്നത്. ഇത് അത്യാവശ്യം വലുപ്പമുള്ള ചെടിച്ചട്ടിയാണ്. 23 ഇഞ്ചിൻ്റെയാണ്. ഇതിലാണ് മുമ്പ് 3 എണ്ണം നട്ടിട്ട് ഒരെണ്ണം തളിർത്ത് വന്നു. അത് ഞാൻ കൊടുത്തു വിട്ടത്. അപ്പോൾ ഇതിലിപ്പം 3 എണ്ണം നട്ടിട്ടുണ്ട്. പിന്നെ അതിൽ 2 മുരിങ്ങയുടെ കമ്പും കാണാം. വണ്ണം കുറഞ്ഞൊരു കമ്പ് അത് ഏകദേശം മുഴുവൻ ഉണങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ വണ്ണമുള്ള കമ്പിന് 2 ദിവസം നോക്കിയപ്പോൾ ഒരു ചെറിയ തളിരൊക്കെ കണ്ടു. ഇന്ന് നോക്കിയപ്പോൾ കാണുന്നില്ല. ഇവിടെ അങ്ങനെയാണ് സാധാരണ പതിവ്. മുരിങ്ങ കമ്പ് നട്ടിട്ടുണ്ടെങ്കിൽ 1-2 ചെറിയ തളിര് ചിലപ്പോൾ ഇങ്ങനെ വരുന്ന പോലെ ഉണ്ടാവും. ഒരു പച്ചപ്പ് കാണും. 2 ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങിപ്പോവും. ഇതുവരെ ഇവിടെ മുരിങ്ങയുടെ കമ്പ് നട്ടിട്ടുണ്ടായിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയ മുരിങ്ങയൊക്കെ അത് ഓൺലൈനായിട്ട് വിത്ത് വാങ്ങിച്ച് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെടിച്ചട്ടിയിൽ അഥവാ മുന്തിരി വളർന്നു വരികയാണെങ്കിൽ എനിക്ക് തൊട്ടടുത്ത മതിലേക്ക് പടർത്താം. കുറച്ച് കാലമൊക്കെ നിലനിർത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ഈ ചെടികൾക്ക് വേറെ സൂത്രമുണ്ട്. കൂടുതൽ വളരുമ്പോൾ ചെടിച്ചട്ടിയിൽ മണ്ണുന്ന ആവശ്യത്തിന് പോഷകം കിട്ടുന്നില്ല. എന്ത് ചെയ്യുക വെച്ചാൽ ചെടിച്ചട്ടിയിലെ അടിയിൽ വെള്ളം പോകാനുള്ള ദ്വാരം ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ വേരിങ്ങനെ പുറത്ത് മണ്ണിലേക്ക് പോകും. അത് നമ്മളറിയില്ല. കുറേ കഴിഞ്ഞിട്ട് ചെടിച്ചട്ടി നീക്കാൻ നോക്കുമ്പോഴാണ് അറിയുക